ഇച്ഛാശക്തിയോടുകൂടി നടത്തിയ ഇടപെടലുകൾ സമയത്തിന് മുൻപ് കമ്മീഷൻ ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിലേക്ക് ഈ പദ്ധതി എത്തിക്കാൻ കഴിഞ്ഞു. അത് നാടിനാകെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. അത് സംബന്ധിച്ചിപ്പോൾ ഓരോരുത്തർ അവകാശപ്പെടാതെ തന്നെ ജനങ്ങളുടെ മുൻപിലുണ്ട്. ഇതൊരിക്കലും അനുവദിക്കില്ല, ഇതിന് ഈഗോ വേണ്ട, ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ആളുകൾ തന്നെ ഇപ്പോൾ ഞങ്ങളെന്തുകൊണ്ട് ക്ഷണിച്ചില്ല, നേരത്തെ അറിയിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം തന്നെ പബ്ലിക് ഡൊമൈനകത്തുള്ള കാര്യമാണ്. നമ്മൾ കാണേണ്ടത് ഇത് ഇന്ത്യയുടെ ഗേറ്റ് വേ ആയി മാറാൻ പോകുന്ന ഒരു തുറമുഖമാണ്. വിഴിഞ്ഞം തുറമുഖം ഉപയോഗിക്കുമ്പോൾ കൊളംബോ പോലെ മുംബൈ പോലെയുള്ള തുറമുഖങ്ങൾ ഉപയോഗിച്ച് ചരക്ക് കയറ്റുകയും ചെയ്യുന്നതിനേക്കാൾ 8-10 ദിവസം ലാഭിക്കാൻ കഴിയുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. വ്യവസായ വകുപ്പ് തുറമുഖ വകുപ്പുമായി ചേർന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കോൺക്ലേവിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട MSC കമ്പനി, ഷറഫ് ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള ലോകോത്തര കമ്പനികൾ ആ കോൺക്ലേവിൽ പങ്കെടുത്തപ്പോൾ അവർ പറഞ്ഞ കാര്യവും ഇതുതന്നെയാണ്. ഒരു ദിവസം ലാഭിക്കുക എന്ന് പറഞ്ഞാൽ $25,000 ലാഭിക്കാൻ കഴിയും. അപ്പോൾ 10 ദിവസത്തോളം ലാഭിക്കാൻ കഴിഞ്ഞാൽ ഒരു കപ്പലിന് തന്നെ $2.5 ലക്ഷം ലാഭിക്കാൻ കഴിയും. അങ്ങനെ ലാഭിക്കുമ്പോൾ ആ കൊണ്ടുവരുന്ന അസംസ്കൃത വസ്തുവിൻ്റെ വിലയിലും കയറ്റി പോകുന്ന ചരക്ക് ഉൽപ്പന്നത്തിൻ്റെ വിലയിലും പ്രതിഫലിക്കും. അത് നമ്മുടെ നാടിനെ ഒരു മാനുഫാക്ചറിംഗ് സോണാക്കി മാറ്റാൻ സഹായകരമാണ്. അപ്പോൾ ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്കും കേരളത്തിൻ്റെ വ്യവസായ മേഖലയ്ക്കും വലിയ മാറ്റം നൽകുന്ന ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഇത് കേരളം ഇന്ത്യക്കും ലോകത്തിനും നൽകുന്ന സംഭാവനയായിട്ട് എല്ലാവരും കാണുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അത് ഈ ക്ഷണിക്കുന്നതിൻ്റെ രീതി അറിയാവുന്ന ആളുകൾക്കറിയാം. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ക്ഷണക്കത്ത് കൊടുത്താൽ കൊടുക്കുന്ന ആളുകളുടെ അത്രയും എണ്ണം അനുവദിച്ചിട്ടല്ല അവിടെ നിന്ന് വരിക. ചിലപ്പോൾ അവർ കൂട്ടിച്ചേർക്കും. ഇപ്പോൾ ഇവിടെ തന്നെ ഉദ്ഘാടനം നടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകുമല്ലോ, അന്നത്തെ BJP പ്രസിഡന്റ് ലിസ്റ്റിലുണ്ടായിരുന്നു. പല മന്ത്രിമാരും ലിസ്റ്റിൽ നിന്ന് അവർ വെട്ടിയിരുന്നു.